നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കരിമ്പനയാണ്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണമേഖലാ മണൽ പ്രദേശങ്ങളിലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് നദീതീരങ്ങളിലും തമിഴ്നാട്ടിലെ കുന്നുകളിലും ധാരാളമായി കണ്ടുവരുന്ന പനവർഗത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് കരിമ്പന. അരിക്കേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബൊറാസസ് ഫ്ലബെല്ലിഫർ എന്നാണ്. മരപ്പട്ട കട്ടിയിൽ ചാരനിറം കലർന്ന കറുത്തതാണ്. ഏകദേശം 80 അടിയോളം ഉയരത്തിൽ വളർന്ന ഈ ഒറ്റത്തടി മരത്തിൻ്റെ അഗ്രഭാഗത്ത് ഇലകൾ കൂട്ടമായി കാണപ്പെടുന്നു. സിലിണ്ടർ രൂപത്തിലുള്ള ഇതിൻ്റെ തടിക്ക് ഏകദേശം 2.5 അടിയോളം വ്യാസമുണ്ട്. ആൺവൃക്ഷവും പെൺവൃക്ഷവും വ്യത്യസ്ത മരങ്ങളായാണ് കാണപ്പെടുന്നത്. ഏകദേശം 6 മുതൽ 8 അടി വരെ നീണ്ട് കട്ടിയിലുണ്ടാകുന്ന ഇലകളുടെ 3 വശവും ഉരുണ്ടതും മുകൾ ഭാഗം പരന്ന് ചാലുപോലെയുള്ളതുമാണ്. ചാലിനിരുവശവുമായി വാൾത്തല പോലെ കറുത്ത മുള്ളുകളും ഉണ്ടായിരിക്കും. ഇലകളുടെ കൂട്ടത്തിന് 8 അടിയിലേറെ വ്യാസമുണ്ട്. അഗ്രഭാഗം ഓലത്തുമ്പുകൾ പോലെ ചിതറിയതാണ്. പൂക്കുല ആൺപനയിൽ കറുത്ത കൊമ്പുകളായും പെൺപനയിൽ മച്ചിങ്ങ പോലെ മുറ്റിയതായുമാണ് കാണപ്പെടുന്നത്. വൃത്താകൃതിയിലുണ്ടാകുന്ന പച്ച തേങ്ങയിൽ നിന്നെടുക്കുന്ന പനന്നൊങ്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇത് പഴുക്കുമ്പോൾ കറുത്തിരിക്കും. ഇതിനു പുറമേയുള്ള ചകിരിത്തോടിനുള്ളിൽ 2-3 അറകളിലായി തേങ്ങ പോലെ ഫലം കാണപ്പെടുന്നു. കരിമ്പനയുടെ പുറംതടി കറുത്തു ബലമുള്ളതും ഉൾക്കാമ്പുള്ളതുമാണ്. ഇത് കാർഷികോപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു. ഉൾഭാഗം ചോറും നാരും നിറഞ്ഞതാണ്. ഇതിൻ്റെ ഓല പായ നെയ്യുവാനായി ഉപയോഗിക്കുന്നു. പെൺകുല ചെത്തി കള്ളും റാക്കും കരിപ്പെട്ടി ചക്കരയും ഉണ്ടാക്കുന്നു. കരിമ്പനയുടെ പഴുത്ത ഫലത്തിനുള്ളിലുള്ള മാംസളമായ ഓറഞ്ച് നിറത്തിലുള്ള ഭാഗം ഭക്ഷ്യയോഗ്യമാണ്. ഫാറ്റ്, ഗാലക്ടോമാനൻ, ആൽബുമിനോയിഡ്സ് തുടങ്ങിയവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ. ഇത് മധുരരസമുള്ളതും ശീതവീര്യമുള്ളതുമാണ്. വാതപിത്തഹരമായി പ്രവർത്തിക്കുന്ന കരിമ്പനയുടെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കരിമ്പന അതെല്ലാ സ്ഥലത്തും വളർന്ന ചെടിയല്ല. പക്ഷേ ഈ കരിമ്പനയുടെ ഉപയോഗം നമ്മൾ ഈ ശർക്കര, കരിമ്പന കൊണ്ടുണ്ടാകുന്ന ശർക്കരയാണ് ആയുർവേദത്തിൽ കൂടുതൽ ഔഷധ ഗുണമുള്ളതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ കരിമ്പനയുടെ ഈ തണ്ടിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ചോറ്, ആ ചോറ് ഈ വയറ്റിൽ കാളിച്ചയ്ക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ അസ്ഥിരൂഖത്തിനൊക്കെ അത് ഈ പാലിൽ കലക്കി കൊടുക്കും. പിന്നെ ഇതൊരു ശീതവീര്യമാണ്. ഇതിൻ്റെ ഈ ഫലം പനനൊങ്ക എന്ന് പറയും. ഈ പനനൊങ്ക ഈ വേനൽക്കാലത്ത് ജ്യൂസ് അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് തണുക്കും. അതുപോലെ ശരീരത്തിൽ ചൂടിൻ്റെതായ ആ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പനനൊങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഈ നല്ലോണം മൂത്ത് പഴുത്ത പനനൊങ്ക എന്ന് പറയും. അതിൻ്റെ ആ മറ്റേ മാംസളമായ ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള ചകിരി, ഈ ചകിരി വേണമെങ്കിൽ ഉണക്കി പൊടിക്കാം. അല്ലെങ്കിൽ അത് പിന്നെ ഒരു പ്രത്യേക പ്രോസസ്സൊക്കെ ഉണ്ട് കുഴിച്ചിട്ട്, അല്ലെങ്കിൽ അത് ചകിരി നല്ലോണം പൊടിച്ച് അതിൽ പഞ്ചസാര അവലോസ് പൊടി പോലെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല തടിക്കും. കുട്ടികൾക്കൊക്കെ ശരീരം തടിക്കാൻ വേണ്ടി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കഷായം, ഇതിൻ്റെ വേരിൻ്റെ കഷായം ഈ പ്രസവം തടസ്സപ്പെടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസവം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഫലസിദ്ധി എന്നുള്ളത് പ്ലീഹാഭിവൃദ്ധി, പ്ലീഹാരോഗത്തിന്, സ്പ്ലീനോമഗാലി എന്ന് പറഞ്ഞ രോഗമുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻ്റെ വേരിൻ്റെ കഷായം തേൻ ചേർത്ത് ഒരു 1.5 മാസം കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നോർമൽ സൈസിലേക്ക് വരും.